ഇന്നത്തെ എൻ്റെ റെസിപ്പി ചെറുനാരങ്ങയും ഈന്തപ്പഴവും കൂടെ ചേർന്നുള്ളൊരു അച്ചാറുണ്ടാക്കിയെടുത്തതാണ്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈന്തപ്പഴത്തിൻ്റെയും ചെറുനാരങ്ങയുടെയും കോമ്പിനേഷനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നോയമ്പൊക്കെ അടുത്ത് വരുന്ന സമയത്ത് നമ്മളിപ്പോഴേ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പഴകും തോറുമാണ് ഈ അച്ചാറിന് കൂടുതൽ രുചി ഉണ്ടാകുന്നത്. ഈന്തപ്പഴം ചെറുനാരങ്ങയുടെ ഈ രുചിയുള്ള ഈ അച്ചാർ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിന് ഞാൻ 1 ഡസൻ നല്ല പഴുത്ത നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ചൊക്കെ എടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് നാരങ്ങ ഒന്ന് തിളപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നാരങ്ങ നല്ലതുപോലെ തിളച്ചിട്ടുകൊണ്ട് ആവശ്യത്തിനുള്ള വേവും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നാരങ്ങ നമുക്ക് കോരിയെടുക്കാം. നാരങ്ങ നന്നായിട്ട് നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല പഴുത്ത നാരങ്ങ എടുക്കണം, അല്ലെങ്കിൽ കഴിക്കാൻ സാധ്യതയുണ്ട്. നാരങ്ങ നമ്മൾ ചെറു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാൻ 12 എണ്ണമാണ് എടുത്തിരുന്നത്. ഇതിലൊരു 36 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ ടൈപ്പാണ്. അതും ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അച്ചാറുണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അച്ചാറിന് നല്ലെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണ കൊണ്ടുണ്ടാക്കുന്ന അച്ചാറിനാണ് രുചി കൂടുതൽ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഈ പാനിലേക്ക് ഒഴിച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 കുടം വെളുത്തുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചുമക്കെ വഴറ്റിയെടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ചുമക്കെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഡേറ്റ്സും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം വഴറ്റി നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. പാനിൽ കുറച്ച് നല്ലെണ്ണ മിച്ചമുണ്ട്. എന്നാലും അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ചുകൊണ്ട് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1 നുള്ള് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും ഫ്ലെയിം കൂട്ടരുത്. മുളക് പൊടിയുടെ നിറമൊക്കെ മാറിപ്പോകും. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി കട്ട കെട്ടിയതൊക്കെ ഒന്ന് നിർമ്മിച്ചെടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ഗ്ലാസ് തിളപ്പിച്ചാറിച്ച വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഇളക്കി കൊടുക്കാം. നാരങ്ങ അച്ചാറിന് ഉപ്പ് ആവശ്യമാണ്. നമ്മൾ ഉപ്പിട്ട് തിളപ്പിച്ചെങ്കിലും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മുളകും വിനാഗിരിയും ഉപ്പും വെള്ളവും എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡേറ്റ്സിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി കുഴഞ്ഞ് കട്ടയായിട്ടിരിക്കാതെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. അരിഞ്ഞെടുത്തപ്പോൾ അതിൻ്റെ ആ നീരൊക്കെ ഉള്ളതും കൂടെ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചിരിക്കണം.
ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് ചെറിയ മധുരമുണ്ടെങ്കിലും ഈ അച്ചാറിന് സ്വല്പം മധുരം ചേർക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ഞാൻ പാനിയാക്കി വെച്ചിരുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നന്നായിട്ടൊന്നും കൂടെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ നല്ലതുപോലെ ചൂടാക്കി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചെറുനാരങ്ങ ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.